വലിയ സംസാരങ്ങൾക്ക് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വാമപ്പ് ഒക്കെ ചെയ്യാം. ഓക്കെ ഫൈൻ. എനിവേസ്, സോ നമ്മുടെ ജേഗാർഡ് സർവീസസ് എന്ന് പറയുന്നത് അവരൊരു ക്ലീനിങ് കമ്പനിയാണ്. വീടുകൾ പോയി, വീടുകൾ, ഷോപ്പുകൾ, അതുപോലെ സ്ഥലങ്ങൾ, യുനോ ഈ ക്ലീനിങ് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ചെന്ന് ക്ലീനിങ് ചെയ്യുന്ന ഒരു ടീമാണ്. ഭയങ്കര ഒരു വലിയ ടീമാണ് ജേഗാർഡ് സർവീസ്. അപ്പോൾ അവരൊരു പ്രാവശ്യം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡത്തിൻ്റെ വീട് വന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരാമോ എന്നുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അത് പ്രൊമോഷൻ ആണല്ലോ. അപ്പം ഞങ്ങൾ വീട് ക്ലീൻ ചെയ്ത് തരാം, മാഡം വീഡിയോ ഇടുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെന്റൽ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രത്യേകിച്ച് അവർക്ക് എടുത്ത് കാണിക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും തന്നെ അതിനകത്തില്ല. അതൊന്ന്. രണ്ടാമത്തെ റീസൺസ് ബിക്കോസ് നമ്മൾ റെന്റിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ വീട് എപ്പോഴും ക്ലീൻ ചെയ്താണ് ഇടുന്നത്. ഓണേഴ്സൊക്കെ കയറി വരുമ്പോൾ അവരെപ്പോഴും വളരെ പ്രസന്റബിൾ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് ക്ലീനിങ് ആയിട്ട് കാണിക്കാനൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവരെ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ബിക്കോസ് ഇവരുടെ പേജിൽ ഞാൻ കയറി ഇവരുടെ വർക്ക് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് സ്വന്തം വീടായിരുന്നെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇതാ സംഭവം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞങ്ങളുടെ ജിമ്മ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിന്റെ ആ ഒരു സൈഡിലാണ്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിന്റെ റോഡ് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പണി നടന്നതിന്റെ ഭാഗമായിട്ട് ഈ അടിച്ചു കയറുന്ന പൊടി മുഴുവൻ ആ സൈഡിലുള്ള റോഡ് സൈഡിലുള്ള കടകളിലും അതുപോലത്തെ ബിൽഡിങ്സിലേക്കാണ് കയറുന്നത്. അതും കോവിഡ് സമയത്ത് 2 വർഷത്തോളം അടച്ചിട്ട കടകൾ പോലും ഉണ്ട്. അപ്പൊ അത് അതിനകത്തേക്കെല്ലാം ഈ പൊടി കയറിയിട്ട് ഒരു മനുഷ്യനെ നിർത്തി ക്ലീൻ ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ പോലും ഭയങ്കര മടുപ്പ് തോന്നുന്ന രീതിയിൽ അത് ഭയങ്കര അൺടൈഡി ആയി പോയ ഒരു അവസ്ഥയാണ്. അപ്പം ജിമ്മിൽ എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെയും അവിടേക്ക് ഇങ്ങനെ പൊടി കൂടും. അതിന്റെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ പോലും അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇട്ട ചരിപ്പിട്ടുകൊണ്ട് കയറുക. നമ്മൾ എത്ര പറഞ്ഞാലും അവർ സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ട് അവിടെ ഇവിടെ ഇടുക. ജിമ്മ് നടത്തുന്ന ആളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതെന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അങ്ങനത്തെ ചിന്താഗതി, പിന്നെ ഈ പൊടിയും, പിന്നെ ഈ 2 വർഷം അടഞ്ഞു കിടന്ന സാധനങ്ങളും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ജിമ്മിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഇങ്ങനെ ആശാനോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ആശാൻ, ഈ ജേഗാർഡ് സർവീസസ് വന്നിട്ട് എന്റെ വീട് ക്ലീൻ ചെയ്യുന്നതിന് പകരം ആശാന്റെ ജിം അങ്ങ് ക്ലീൻ ചെയ്ത് ഒരു കംപ്ലീറ്റ് റെനോവേഷൻ നടത്തിയതുപോലെ ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുന്ന ഒരു കംബാക്ക് പോലെ നമുക്ക് ചെയ്താലോ എന്നിങ്ങനെ ഒരു തീരുമാനം. ആശാന് ഭയങ്കര സന്തോഷം. ബിക്കോസ് എന്തായാലും ഒരാളെ നിർത്തിച്ച് ചെയ്യിപ്പിച്ചാൽ പോലും 10-20-25 ദിവസത്തെ പണിയുണ്ട്. അത് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം ഗ്ലാസ് മാത്രം, അതിന്റെ ഗ്ലാസ് മാത്രം, അതിന്റെ വിൻഡോസ് മാത്രം, വിൻഡോ ഷീൽഡും വിൻഡോയും മാത്രം ക്ലീൻ ചെയ്യാൻ തന്നെ ഏതാണ്ട് 5-6 മണിക്കൂർ എടുക്കും. അതായത് പല ആളുകൾ ചേർന്ന് ചെയ്താൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല. പണി ചെയ്യുന്ന ആളുടെ ഊപ്പാട് പറ്റും. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ ജേഗാർഡ് സർവീസ് അവരുടെ ഒരു 8 അംഗ സംഘമായിട്ട് ഒരു ടീമായിട്ട് വന്ന് 2 സൂപ്പർവൈസറുമായിട്ടൊക്കെ വന്ന് അവരെ വിൻഡോസും വിൻഡോ ഷീൽഡും എല്ലാം നല്ല കിഡിലുമായിട്ട് അവരെടുക്കുന്ന എഫേർട്ട് എനിക്ക് ഭയങ്കര രസമാണ്. അതായത് ഇത്രയും സാധനങ്ങളുണ്ട്, വൈകുന്നേരം 7 മണിക്ക് മുമ്പ് അവർക്ക് തീർത്തിട്ട് പോകണം. വേണമെങ്കിൽ അവർക്കെല്ലാം ഓടിച്ചുവിട്ടങ്ങ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ പൊടി മുഴുവൻ തെട്ടിക്കളഞ്ഞു. ഈ എക്സ്ട്രാ പെയിന്റ് അടിച്ച് വന്നത് മുഴുവൻ അവർ തിന്നർ ഉപയോഗിച്ച് കളഞ്ഞതിന് ശേഷം അവിടെ മുഴുവൻ തുടച്ച് വിൻഡോ ഷീൽഡും വിൻഡോയും ഒക്കെ ക്ലീൻ ചെയ്തു. അടുത്ത ജോലി എന്ന് പറയുന്നത് കാർപ്പറ്റ്. എൻ്റെ പൊന്നോ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത്രയും നാളത്തെ പൊടിയാണ്. നമ്മൾ എത്ര തൂത്തെന്ന് പറഞ്ഞാലും എത്ര വാക്യൂം ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ചില ഏരിയാസിലെ പൊടികളൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെതായിട്ടുള്ള എക്വിപ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതായിരുന്നു അടുത്തത്. ഇനി അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തീർന്നുള്ളൂ. പക്ഷെ അത് ആക്ച്വലി ഈ ഗ്രൗണ്ട് ഫ്ലോർ എക്സസൈസസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൂമാണത്. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പ്രശ്നം. അവിടെ എക്വിപ്മെന്റ്സ് ഉണ്ട്. അതായത് ജിം വർക്കൗട്ട് ചെയ്യുന്ന എക്വിപ്മെന്റ്സ് ഉണ്ട്. അതേ മാത്രമുള്ള പൊടിയെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആ പൊടി മുഴുവൻ തൂത്ത് വൃത്തിയാക്കി അവിടെയും ഉണ്ട് ഈ പറഞ്ഞ വിൻഡോസ്. ആ വിൻഡോസും ക്ലീൻ ചെയ്ത് അതിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് മാറ്റാണ്. അപ്പൊ മാറ്റ് ഒരു പരിധിക്കപ്പുറം വരെ നമുക്ക് പൊളിച്ചെടുത്തതിന് ശേഷം വാഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ മാറ്റ് ഇരിക്കെ തന്നെ അതിൽ മുഴുവൻ അവര് എന്താ പറയുന്നത്, ആദ്യം പൊടി മുഴുവൻ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രത്യേക ക്ലീനർ വാക്യൂം ക്ലീനർ പോലത്തെ ക്ലീനർ ഉപയോഗിച്ച് അത് മുഴുവൻ വെറ്റ് ചെയ്ത് അതിനകത്ത് മുഴുവൻ സോപ്പ് ഇട്ട് ഇതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അത് വാക്യൂം വെച്ച് അത് മുഴുവൻ പിടിച്ച് ഏറ്റവും അവസാനം ഒരു തുണി വെച്ച് സ്വീപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തത്, ഇൻക്ലൂഡിങ് ടോയ്ലറ്റ്സും എല്ലാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് ജേഗാർഡ് സർവീസസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫാൻ. ഈ ഫാൻ ക്ലീനിങ് എന്ന് പറയുന്ന സാധനം
നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. അതായത് ഏതാണ്ട് ഒരു 2-3 വർഷമായിട്ട് ക്ലീൻ ചെയ്യാത്ത ഫാനിന്റെ അവസ്ഥ വരും. നല്ല കറുത്തിരിക്കുന്ന ഫാൻ. അതായത് തിരിച്ച് വരുമ്പോഴത്തേക്കും കാണുന്നത് ഇതെന്താ ഇത് മാറിപ്പോയതാണോ സ്ഥലം, മൊത്തത്തിലുള്ള ഫാനെല്ലാം വെളുത്തിരിക്കുന്നു. ബിക്കോസ് അത്രമാത്രം പൊടി അതിലുണ്ടായിരുന്നു. അത് മുഴുവൻ ഊരിയെടുത്ത് അതിലെ സ്ക്രൂ എല്ലാം ഊരി അതിനകത്തെ മുഴുവൻ പൊടികളും കളഞ്ഞ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതുപോലെ തന്നെ അവരവിടെ ഫിക്സ് ചെയ്യുന്നു. അത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. അങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തന്നെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനത്തെ രീതിയിലുള്ള ക്ലീനിങ് ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇംപ്രസീവാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരതിൻ്റെ 8 മണിയായപ്പോൾ, രാവിലെ ഒരു 10 മണിയായപ്പോൾ അവർ വന്നു. 8 മണി രാത്രി ആയപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവർ കംപ്ലീറ്റ്ലി ജോലികൾ തീർത്തത്. അപ്പം എനിക്കൊരു ഭയങ്കര താങ്ക് യു അവരോട് പറയാനുണ്ട്. ഇനിയും എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ആയിരിക്കും ഞാൻ വിളിക്കുന്നത്. ജേഗാർഡ് സർവീസസിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഫാറ്റ് ഫിറ്റ് ജിം ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ജേഗാർഡ് സർവീസസിനോടും അവരുടെ സർവീസസ് ദി ബെസ്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ഹാർഡ് വർക്ക് ആൻഡ് God bless you.